പിണറായിയെയും പിണറായി പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെയും ഈ രീതിയിലുള്ള അക്രമം കൊണ്ട് ദുർബലപ്പെടുത്താം എന്നാണ് ധരിക്കുന്നതെങ്കിൽ അങ്ങനെ ദുർബലപ്പെടുന്ന ഒരാളല്ല പിണറായി എന്നും അങ്ങനെ ദുർബലപ്പെട്ടു പോകുന്ന പ്രസ്ഥാനമല്ല CPIM എന്നും വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് BJP ഗവൺമെന്റ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കടന്നാക്രമങ്ങളെ പരോക്ഷമായും പ്രത്യക്ഷമായും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പരസ്യമായിട്ട് തന്നെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയിലെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് ED പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഇവിടെ ഉന്നയിച്ചതാണ്. കേരളത്തിൽ വന്നിട്ട് പരസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റതിന് ശേഷമുള്ള പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി ഇന്നലെയാണ് VD സതീശൻ മുഖ്യമന്ത്രി അവിടെ എത്തിയത്. യഥാർത്ഥത്തിൽ BJPയും UDFും ഒരേപോലെ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം പിണറായിയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി തന്നെ ഇവിടെ വന്നിട്ട് ഈ കാര്യം പറയുകയും ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാളിനെ ജയിലിലടക്കാൻ കോൺഗ്രസ് നൽകിയ പെറ്റീഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കേന്ദ്ര ഭരണാധികാരികൾ നരേന്ദ്രമോദി നിലപാട് സ്വീകരിച്ച് അദ്ദേഹത്തെ ജയിലിലടച്ചത്. പിന്നീട് ഈ ആരോപണങ്ങളൊന്നും കഴമ്പുള്ളതല്ല എന്ന് പ്രഖ്യാപിച്ച് ഡൽഹി ഹൈക്കോടതി ചവറ്റുകൊട്ടയിൽ എറിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഭാവന ചമച്ചാൽ അത് കുറ്റപത്രമാവില്ല എന്ന് കോടതി, ഡൽഹി ഹൈക്കോടതി തന്നെ ഇതിന്റെ ഭാഗമായിട്ട് പറയുകയുണ്ടായി. ഈ ഭാവന ചമക്കലാണ് കേരളത്തിലും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സീമാറലുമായി ബന്ധപ്പെട്ട കേസ് വീണ വിജയന്റെ എക്സലോജിക് സ്ഥാപനവുമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കരാർ, അതുവഴി ബാങ്ക് വഴി 1.72 ലക്ഷം കോടി, 1,72,00,000 എല്ലാ നിയമപരമായ വഴികളും സ്വീകരിച്ച് എല്ലാ നികുതികളും ഒടുക്കി കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആ കേസിന്റെ അടിസ്ഥാനം. ഇന്ന് കേരള നിയമസഭയിലെ 2 മന്ത്രിമാർ ഇതിന്റെ തന്നെ ഭാഗമായിട്ട് പേരുള്ളവരാണ് എന്നും ആ പേരുള്ളവർ തന്നെ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അതിന്റെ ഭാഗമായിട്ടുള്ള കേസ് ഇല്ല. ഇവിടെ വിജിലൻസ് കോടതി, ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കേസ് ഉണ്ടാവുകയും തീർപ്പാക്കി അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പലതും. മാത്യു കുഴനാടനെ പറ്റി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി തന്നെ പരാമർശം നടത്തിയത് നമ്മുടെ എല്ലാം ശ്രദ്ധയിൽ ഉള്ളതാണ്. 2-3 ഏജൻസികളാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ടേക്ക് കൊണ്ടുവന്നത്. ഒന്ന് ED ആണ്, മറ്റൊന്ന് ഇൻകം ടാക്സ് വിഭാഗമാണ്, SFIO ആണ്, പിന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ഇവരെല്ലാം അന്വേഷിച്ചിട്ടുള്ളതാണ്. എല്ലാ അന്വേഷണത്തിലും പൂർണ്ണമായി സഹകരിക്കുന്ന നിലപാടാണ് വീണ വിജയൻ സ്വീകരിച്ചിട്ടുള്ളത്.
അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇത്തരത്തിലുള്ള വന്ന ഓരോന്നിനോടും സഹകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ രീതിയിലുള്ള ഒരു കടന്നാക്രമം അവർ പ്ലാൻ ചെയ്തത്. ഹൈക്കോടതി തന്നെ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യം, വീണ വിജയന് സംസ്ഥാന ഗവൺമെന്റോ പിണറായി വിജയൻ തന്നെയോ ഒരു സഹായവും ചെയ്തിട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കേസ്, ആ കേസ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് മകളായി പോയി എന്നുള്ളതുകൊണ്ട് അച്ഛൻ്റെ പേരിൽ കേസെടുക്കുന്നതിന് വേണ്ടി ഒരു വഴിയും അവരുടെ മുമ്പിൽ ഇല്ല. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞു എന്ന് പറയുന്നത് തന്നെ ഒരു FIR ഇടാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ അന്വേഷിക്കാനാണ് പറഞ്ഞത്. FIR ഇല്ല അതിൻ്റെ ഭാഗമായിട്ട്, അപ്പോൾ കേസ് അന്വേഷിക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ പറയുന്ന കേന്ദ്ര ഏജൻസിയുടെ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുമ്പോട്ടേക്ക് വന്നിട്ടുള്ളത്. പിണറായി വിജയൻ CPIMന്റെ പോളിറ്റ് ബ്യൂറോവും അതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, കഴിഞ്ഞ 10 വർഷക്കാലം മുഖ്യമന്ത്രി, ഇപ്പോഴും പ്രതിപക്ഷ നേതാവുമായിട്ട് വന്നത് വലിയ സഹനം, വലിയ കടന്നാക്രമം എല്ലാം സഹിച്ചുകൊണ്ടാണ്. അടിയന്തരാവസ്ഥയിൽ സഖാവ് പിണറായി വിജയനെ പോലീസ് മൃഗീയമായിട്ട് മർദ്ദിച്ച് ശരീരഭാഗങ്ങൾ മുഴുവൻ അടിച്ച് തകർത്ത് കാലുകളൊക്കെ അടിച്ചു പൊളിച്ച് മാസങ്ങളോളം ചികിത്സ വേണ്ടി വന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ്. RSS സംഘപരിവാർ വിഭാഗങ്ങൾ സഖാവിനെതിരായിട്ട് നടത്തിയിട്ടുള്ള കടന്നാക്രമ രീതി നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇതെല്ലാം അറിയുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പ്രതിയാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ കെട്ടിച്ചമച്ച കേസ്, അത് സഖാവ് പിണറായി വിജയനെതിരായിട്ടുള്ള കേസാണെന്ന് ഞങ്ങൾ കാണുന്നില്ല. അത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പാർട്ടിക്കെതിരായിട്ടുള്ള കടന്നാക്രമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ആയുധമാണ്. CPIM ഇത്തരത്തിലുള്ള തെറ്റായ കടന്നാക്രമ രീതികളെ ചെറുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. ഇവിടെ ജനകീയമായ രീതിയിൽ ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കും. നിയമപരമായ സമീപനങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും. ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് തന്നെയാണ് ഇതിനെ അതിശക്തിയായിട്ട് പ്രതിരോധിക്കാനാവുക എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ തന്നെ ഒരാഹ്വാനവും ഇല്ലാതെ തന്നെ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സ്ഥിതിയാണ് കേരളത്തിൽ കണ്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് വലിയ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള ഉയർന്ന നേതൃനിരയുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, യോഗം ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതയെ, പാർട്ടി വിരുദ്ധമായ നിലപാടിനെ, പാർട്ടിയെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ, അത് പിണറായി വിജയനെ തകർത്തുകൊണ്ടാണ് സാധിക്കുക എന്നുള്ളതുകൊണ്ട് പിണറായിക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരത്തെ, അവരുടെ ഭാഗത്തുനിന്നുള്ള ഈ കടന്നാക്രമത്തെ ശക്തിയായിട്ട് പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയിലൊക്കെ ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുകയാണ്, പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പുറമെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും, ഏരിയ കേന്ദ്രങ്ങളിലും, ലോക്കലുകളിലുമൊക്കെ അതിശക്തിയായ രീതിയിലുള്ള ജനകീയ പ്രതിരോധം, ജനകീയ പ്രതിഷേധം ശക്തിയായിട്ട് ഇപ്പൊ തന്നെ നടന്നു വരുന്നുണ്ട്. ആ പ്രതിഷേധം ശക്തിപ്പെട്ട് മുമ്പോട്ടേക്ക് പോകും. ഇന്ന് വൈകുന്നേരത്തോടുകൂടി കേരളത്തിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും ശക്തിയായ രീതിയിലുള്ള പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. കേരളമുടനീളം സമാധാനപരമായി ഇത്തരത്തിലുള്ള സമരങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി മുമ്പോട്ടേക്ക് വരികയാണ്. എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ ഉണ്ടാവണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിലും ഇതിനെ തീർച്ചയായിട്ടും പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇത് CPIMന് മാത്രം എതിരായിട്ടുള്ളതല്ല, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതൃത്വത്തിന് ആകെ എതിരായിട്ടുള്ള കടന്നാക്രമത്തിന്റെ ഭാഗം കൂടിയാണ്. അതിന്റെ ഒപ്പം നിൽക്കുകയാണ് ഇവിടെ VD സതീശനും കോൺഗ്രസും. മുമ്പും അതെ, ഇപ്പോഴും ആ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന നല്ല സംശയം ജനങ്ങൾക്കുണ്ട്. ഒരു സംശയമില്ലാത്ത രീതിയിൽ ഈ കാര്യം ഒഴിവാക്കിയിട്ടുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രമുഖനായ പ്രതിപക്ഷ നേതാവായിരുന്ന രാഹുൽ ഗാന്ധി തന്നെ എന്നുള്ളതുകൊണ്ട് ഇതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഈ BJPയുടെ ഗൂഢാലോചനയുടെ ഡീൽ എന്ന് ഞങ്ങളെ പറ്റിയാണ് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPIM അതുപോലെ തന്നെ BJPയും ഡീലാണെന്നാണ്.
ഇപ്പോൾ ആ ഡീൽ കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. BJPയും UDFും തമ്മിലുള്ള VD സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ കൃത്യമായ ഡീലാണ് പുറത്തു വന്നിട്ടുള്ളത്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുന്ന ആശങ്കയുണ്ട്. പിണറായിലേക്ക് അന്വേഷണം എത്തും, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന് ആശങ്ക സീറ്റ്. ഞങ്ങൾക്കൊന്നും ഇതിനെപ്പറ്റി ഒരു ആശങ്കയില്ല. ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല ഇതുമായി ബന്ധപ്പെട്ട്. ഇതിന്റെ അകത്ത് ഒരു തരത്തിലുള്ള തെറ്റായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. വന്നതെല്ലാം മുമ്പേ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. പിണറായി വിജയൻ ഇതിന്റെ അകത്ത് ഒരു ഉത്തരവാദിത്വമില്ല. രാഷ്ട്രീയമായിട്ട് പിണറായിക്കെതിരായിട്ടും അതുവഴി പാർട്ടിക്കെതിരായിട്ടും നടക്കുന്ന ഏറ്റവും ശക്തിമത്തായ കടന്നാക്രമമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അല്ലാതെ ഇതിൽ പിണറായി വിജയൻ പ്രതിയല്ല. പിണറായി വിജയൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛനായി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പൊ ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ശക്തമത്തായ കടന്നാക്രമമാണെന്നുള്ളതാണ് സത്യം. അതെ അതെ. അല്ല, ED അന്വേഷണം FIR ഇട്ടിട്ടില്ല. FIR ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടരാന്നാണ് പറഞ്ഞത്. എന്ത് അന്വേഷണം തുടരേണ്ടത്? എല്ലാ കോടതികളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിജിലൻസ് കോടതി, ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി എല്ലാം സ്ക്രൂട്ടിനിക്ക് വിധേയപ്പെടുത്തി അവസാനിപ്പിച്ചതാണ്. അവിടെ ഒന്നും കഴമ്പില്ല എന്ന് കണ്ടെത്തിയതാണ്. മാത്രമല്ല, കോന്നാറിനെതിരായിട്ട് പരാമർശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുമാണ്. അപ്പൊ എല്ലാ അർത്ഥത്തിലും ഒരു തരത്തിലും പിണറായി വിജയനെ പ്രതി ചേർക്കാനാവാത്ത ഒരു കേസിന്റെ അകത്ത് ഇപ്പോഴും പാർട്ടിക്കെതിരായ കടന്നാക്രമത്തിന്റെ ഭാഗമായിട്ട് പിണറായിക്കെതിരായിട്ടുള്ള ഈ പുതിയ റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നു എന്ന് മാത്രമേ കാണേണ്ടുള്ളൂ. അത് ഞങ്ങൾ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും ഒക്കെ ശക്തിയായിട്ട് നേരിടുകയും ചെയ്യും. വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് അദ്ദേഹം. ED ഉദ്യോഗസ്ഥർ പുറത്തെ കേന്ദ്ര സേനയുണ്ട്, അദ്ദേഹം വീട്ടിൽ തുടരുകയാണ്. സെക്രട്ടറി പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ല, അല്ല, അവകാശ ലംഘനം മാത്രമല്ല, ഇത് യഥാർത്ഥ ജനാധിപത്യ വിരുദ്ധമാണ്. ഭരണഘടനാ വിരുദ്ധമായ രീതിയിലുള്ള തടഞ്ഞുവെപ്പാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ കേസിലെ പ്രതിയല്ല. അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് ഒരു കാര്യവും അവർക്ക് നേടാനുമില്ല. പക്ഷേ ഇവിടെ തികച്ചും തെറ്റായ രീതിയിൽ കേന്ദ്ര ഏജൻസികൾ മുന്നോട്ടേക്ക് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീണക്ക് വേണ്ടി ബേജാറാവേണ്ട ഒരു കാര്യമില്ല. അത് നിങ്ങൾ ബേജാറായാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ്. വീണക്കെതിരായിട്ടുള്ള കേസാണ് ഞങ്ങളത് ഇടപെടേണ്ട കാര്യം. ഇതിൽ പിണറായി വിജയനെ പിന്നെന്തിനാണ് പ്രതി ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഗൂഢാലോചന നടക്കുന്നത്? അതെന്താ ഉത്തരം? പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യുന്നതിനാണ്. പറഞ്ഞല്ലോ. അല്ല, അതല്ലാതെ അന്നേ പറഞ്ഞല്ലോ, ഞാനല്ല ആ PV എന്ന്. അത് പിണറായി തന്നെ വ്യക്തമാക്കിയല്ലോ. നേരെ മറിച്ച് മറ്റവർ രണ്ടുപേരും അംഗീകരിച്ചതാണ് ഞങ്ങളുടെ പേരെങ്ങനെയാണെന്നും. അതാ കാര്യം. ഒന്ന് നിഷേധിച്ച് അന്ന് മുതലേ നിഷേധിച്ചു, ആ PV ഞാനല്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും കൃത്യമായിട്ട് അവരുടെ പേര് എല്ലാവർക്കും അറിയുന്ന പേരാണ്. ഞാൻ പേരൊന്നും ഇപ്പൊ പറയുന്നത്, 2 മന്ത്രിമാരെന്ന് ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ. ഇതാണ് കാര്യം. ഞങ്ങൾക്ക് ഇതിൽ ഒരു റിസൾട്ട് അറിയാനില്ല. കാരണം ഇത് പിണറായി വിജയനുമായി ഇതിന് യാതൊരു ബന്ധമില്ല. പിന്നെ എന്ത് റിസൾട്ട് അറിയേണ്ട കാര്യം? നിങ്ങൾ എന്ത് റിസൾട്ടിനെ പറ്റിയാ പറയുന്നത്? എന്ത് പരിശോധന? മുമ്പേ പരിശോധിച്ചെല്ലാം പൂർണ്ണമായി കൃത്യമായിട്ട് തള്ളിക്കളഞ്ഞാണ് എല്ലാം. ഈ കേരളത്തിന്റെ വിവിധ മേഖലയിൽ നടന്ന കോടതിയുടെ കേസുകളിൽ ഇതൊക്കെ തെറ്റാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു കേസ് നിലവിലില്ലല്ലോ. ഇനി വീണ്ടും ഹൈക്കോടതിയുടെ ഭാഗമായിട്ട് FIR ഇല്ലാത്ത പശ്ചാത്തലത്തിൽ നിങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് പിണറായി വിജയന് നേരെ വരാനുള്ള അടിസ്ഥാനം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അത് രാഷ്ട്രീയം മാത്രമാണ്, വേറെ ഒന്നും അതിലില്ല. തെളിവില്ലാന്ന് ഉറപ്പുണ്ട് ഞങ്ങൾക്ക്. എന്താ സംശയം? ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. പിണറായി വിജയനുമായിട്ട് ഇത് യാതൊരു ബന്ധമില്ല എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എന്തിനാ വേറെ അന്വേഷണം നടക്കേണ്ടത്? അതാ ഞാൻ പറഞ്ഞത്, കോടതി തന്നെ പറഞ്ഞത് ഉറപ്പ്. വേറെ ആരും പറഞ്ഞ ഉറപ്പാകുന്നത്? ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയും അത് നിങ്ങൾ രാഷ്ട്രീയമാണല്ലോ എന്ന്. കോടതി തന്നെ പറഞ്ഞല്ലോ, ഗവൺമെന്റിനോ പിണറായിക്കോ ഇതിൽ ഒരു പങ്കുമില്ല എന്ന് കോടതി പറഞ്ഞു വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ. പിന്നെ എന്തിനാണ് വീണ്ടും അന്വേഷണത്തിന്റെ പേരിൽ പിണറായി വിജയനെ ഇപ്പൊ ഇവിടെ റെയ്ഡ് നടത്താൻ പുറപ്പെട്ടത്? എന്തിനാ? അത് അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് രാഷ്ട്രീയ പ്രേരിതം. അതാണ് കാര്യം. ശരി. നിയമപരമായ നീക്കങ്ങളൊന്നും നടത്താൻ പിണറായി വിജയനോ CPM-നോ കഴിയില്ല. ആ സമയത്ത് പിണറായിക്കെതിരായ ഒരു കടുത്ത നടപടിയിലേക്ക് ഇപ്പോ ED പോയാൽ ഞങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അത് നിയമപരമായും അതുപോലെ തന്നെ ജനകീയ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചും ഞങ്ങൾ പ്രതിരോധിക്കും. ഒരു സംശയവും വേണ്ട. നിയമപരമായ പ്രതിരോധത്തിൽ മുഴുവൻ ഇതേവരെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പിണറായി വിജയനെ ബന്ധിപ്പിക്കാനോ
പിണറായിക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ആർക്കെങ്കിലും എതിരായിട്ടോ ഒരു കാര്യവും തെളിവായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതേവരെയുള്ള നമ്മുടെ അനുഭവം. ഒരു കാര്യമില്ല. പിണറായി വിജയൻ നടത്തിയൊരു സ്റ്റേറ്റ്മെന്റ് ഓടിയുടെ മകന്റെ കേസുകൾ പിണറായി പറഞ്ഞ എന്താണ്, ഇഡിയുടെ കയ്യിൽ എന്താണ് തെളിവുള്ളത്, അവിടെ എന്താണ് രേഖയുള്ളത് ഞങ്ങൾക്ക് അറിയില്ല എന്നാണെന്ന് പിണറായി പറഞ്ഞത്. ആ പ്രതികരണം ഇപ്പോഴും അല്ല, നിങ്ങളുടെ കയ്യിൽ പ്രതികരണമുള്ളതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് കോടതി അത് സംബന്ധിച്ച് പറഞ്ഞു വെച്ച അവസാനത്തെ വാക്കാണ്. ഇതിൽ ഗവൺമെന്റിനോ പിണറായി വിജയനോ യാതൊരു തരത്തിലുള്ള സഹായവും ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞതാണ് കോടതി. അപ്പൊ ആ കോടതി പറഞ്ഞ പരാമർശത്തിൽ മാത്രം നിന്നാ മതി. പരിശോധിച്ചാൽ മനസ്സിലാവും. ജഡ്ജിമെന്റ് അങ്ങനെ ഈ കർത്തയുടെ കമ്പനിയെ ഇത് മുഖേന സഹായിച്ചതും ഈ കോട്ടപ്പള്ളിയിലെ ഇടപാടിൽ സഹായിച്ചതുള്ള ആ കേസിലാണ് വിധി വന്നത്. അതെല്ലാം വേറെ മറ്റേ കേസൊന്നും നിലവിൽ യഥാർത്ഥത്തിലുണ്ടായ എല്ലാ കേസിന്റെയും മേലെ സ്ക്രൂട്ടിനി നടന്നിട്ടുണ്ട്. അതെല്ലാം തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. ഒന്നും നിലനിൽക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ പുതുതായിട്ട് കേസുണ്ടാക്കുകയും ആ കേസിന്റെ ഭാഗമായിട്ട് ഹൈക്കോടതി പോവുകയും ഹൈക്കോടതി തന്നെ ഇതിന്റെ മേലെ FIR പോലും ഇല്ലാത്ത പശ്ചാത്തലത്തിൽ FIR രജിസ്റ്റർ ചെയ്യാത്ത സാഹചര്യത്തിൽ നിങ്ങൾ അന്വേഷിച്ചോ എന്ന് പറയുന്ന നില എത്തുകയും ചെയ്തിട്ടത്. അതാണല്ലോ കാര്യം. യെസ്. ചെലവുകളുടെ ഫണ്ട് നൽകിയിട്ടുണ്ട്. അതിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയും പിണറായി വിജയന്റെ മകളും ഗുണഭോക്താക്കളാണ് എന്നുള്ളതാണ്. അതാണ് കാരണം. അതെ, അത് തെറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, മകള് വാങ്ങിയതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു അത് കരാറാണ്. ഒരു കരാർ അടിസ്ഥാനപ്പെടുത്തിയിട്ട് 1,72,72,00,000 രൂപ വാങ്ങിയതുമായി ബന്ധപ്പെട്ട രേഖയുണ്ട്. അതിനവർ കൃത്യമായിട്ട് ടാക്സ് അടച്ചിട്ടുണ്ട്, എല്ലാ കാര്യവും നിർവഹിച്ചിട്ടുണ്ട്. അത് അവരുടെ കരാറിന്റെ ഭാഗമായിട്ടാണ്, സേവനം നൽകിക്കൊണ്ടാണ്. സേവനം കിട്ടിയിട്ടുണ്ട് എന്ന് അവരും പറഞ്ഞിട്ടുണ്ട്, സേവനം നൽകിയിട്ടുണ്ട് ഇവരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ മേലെ വേറെ പ്രശ്നമില്ല. സംബന്ധിച്ച് അവരെടുത്ത കൺക്ലൂഷൻ 1,72,00,000 രൂപ വീണ തൈക്കണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള സേവനം കർത്തയുടെ കമ്പനിക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് അവരുടെ കൺക്ലൂഷൻ. അല്ല, കിട്ടിയിട്ടുണ്ട് എന്ന് കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ അവരോ കൺക്ലൂഷൻ പറഞ്ഞിട്ട് കാര്യം. ശരി, നമുക്കിപ്പോ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ ഇതിന് വേറെ വിശദീകരിക്കാൻ പോകുന്നില്ല. ഇത് കേരളത്തിലെ CPM-നെതിരായിട്ട് നടക്കുന്ന കടന്നാക്രമത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ആയുധമാണ്. പിണറായിക്കെതിരായിട്ട് ഇങ്ങനെയൊരു കേസ് ചുമക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടാണ്. ഈ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയമായും ഞങ്ങളിതിനെ ഫലപ്രദമായിട്ട് നേരിടുക തന്നെ ചെയ്യും. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങൾ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് രംഗത്തുള്ളത് എന്ന കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇത്രയും കാര്യമാണ് പറയാനുള്ളത്. ഈ വിഷയം ഞങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും വരുന്ന എല്ലാ ഘട്ടങ്ങളിലും ചർച്ച ചെയ്തിട്ടുണ്ട്. ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. യെസ്.